CPM പഞ്ചായത്ത് പ്രസിഡന്റ് BJPയിൽ പുൽപ്പള്ളി പഞ്ചായത്ത് ബാലഗംഗാധരനാണ് BJPയിൽ ചേർന്നത്. 20 വർഷം CPM ബ്രാഞ്ച് അംഗമായിരുന്നു ബാലഗംഗാധരൻ. സ്വീകരിച്ച BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും 20 വർഷത്തോളം CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും കഴിഞ്ഞ 5 വർഷ കാലഘട്ടം ഗ്രാമപഞ്ചായത്ത് അംഗവും പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ CPMന്റെ പ്രബലനായ നേതാവും കർഷക സംഘത്തിൻ്റെ ഭാരവാഹിയും എല്ലാമായിരുന്ന ശ്രീ ബാലഗംഗാധരേട്ടൻ CPMന്റെ അംഗത്വം രാജിവെച്ചുകൊണ്ട് ഇന്നു മുതൽ ദേശീയതയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗംഗാധരനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നു മുതൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി പുൽപ്പള്ളി പഞ്ചായത്തിൽ ഇന്നു മുതൽ പ്രവർത്തിക്കുന്നതായിരിക്കും. പാർട്ടി വ്യക്തിയധിഷ്ഠിതമായതിനാലാണ് CPM വിട്ടതെന്ന് ബാലഗംഗാധരൻ പറഞ്ഞു. പാർട്ടി തന്നെ പലപ്പോഴും മാറ്റി നിർത്തിയെന്നതും സത്യം പറഞ്ഞതിനാണ് മാറ്റി നിർത്തിയതെന്നും ബാലഗംഗാധരൻ കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ ചില വ്യക്തികളുടെ താല്പര്യപ്രകാരം അവർ പറയുന്നത് കേട്ടനുസരിച്ച് കൊണ്ടുപോകണം. പാർട്ടി പറയുന്നത് ചെയ്യാൻ പാടുള്ളൂ. പാർട്ടി പറയുന്ന പ്രവൃത്തികളെ മറ്റുള്ള വാർഡുകളിൽ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ആജ്ഞാശക്തികൾ വീണ്ടും വീണ്ടും വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചു കാലം എൻ്റെ പ്രതിരോധം പാർട്ടിയോട് അറിയിക്കുകയും എനിക്കിങ്ങനെ സാധ്യമല്ല, എനിക്ക് പഞ്ചായത്തിൽ എല്ലാ വാർഡുകളും എല്ലാ ജനങ്ങളും എല്ലാവരും ഞാൻ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു അധ്യക്ഷനാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ പറഞ്ഞപ്പോൾ പാർട്ടിയെ എന്നെ മാറ്റി നിർത്തുകയും പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്യുകയുണ്ടായി. നമ്മൾ പാർട്ടിയിൽ നമ്മൾ കാണുന്ന വികസനം കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ പുൽപ്പള്ളിയിലെ ആൾക്കാർ അവർക്ക് വേണ്ട വികസനം എന്താണോ, അവരുടെ താല്പര്യം എന്താണോ, അവർ കുറച്ച് ആൾക്കാരെ കൂടെ ചേർത്തി അവരൊരു വിഭാഗതി ഉണ്ടാക്കി അതിൽ അവർക്ക് എതിർപ്പ് പറയുന്ന അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യം മുഖത്ത് നോക്കി പറയുന്നവരെ മാറ്റി നിർത്തുകയാണ് ഉണ്ടാകുന്നത്. എനിക്ക് ഇങ്ങനെ സംയോജിച്ചു പോകാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു. അന്ന് തൊട്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ പഞ്ചായത്തിൽ 5 കൊല്ലം ഭരിച്ചത് കാരണം എനിക്ക് പഞ്ചായത്തിൻ്റെ വികസനം എന്താണ്, ആരാണ് വികസനം ചെയ്യുന്നത് എന്നും എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളവിടെ നമ്മുടെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളെല്ലാം വരികയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നു. ഇങ്ങനെ പല കേന്ദ്ര ഫണ്ടുകളും ജനങ്ങളുടെ മുമ്പിൽ അവർ എത്തിക്കുന്നില്ല. സിമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ വരുന്ന കുടിവെള്ളം, ജലജീവൻ പദ്ധതി, ഈ ഫണ്ട് അത് ആരാണോ തന്നത് എന്ന് ചോദിച്ചാൽ പുൽപ്പള്ളിയിലെ ജനങ്ങളും സാധാരണപ്പെട്ട ജനങ്ങളെല്ലാം നമ്മൾ തന്നു, പഞ്ചായത്ത് തന്നു, അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാർ തന്നു എന്നാണ്. അതിൻ്റെ പാതി ഫണ്ട് 60% ഫണ്ട് നമ്മുടെ കേന്ദ്ര ആവിഷ്കൃത ഫണ്ടാണ്. ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ ഈ വികസനങ്ങളെല്ലാം ഞാൻ ചില ചർച്ചകളിൽ മുന്നിലിടുമ്പോൾ നിങ്ങൾക്കത് പറയേണ്ട കാര്യമില്ല, അത് കേന്ദ്രാവിഷ്കൃത, അത് നിങ്ങൾ പറയേണ്ട, പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറയും. അപ്പം ഞാൻ അതിനെല്ലാം തടസ്സമായിരുന്നു. ആര് തരുന്നോ മറ്റൊരാളുടെ ആഹാരം കഴിച്ച് അവർക്ക് കുറ്റം പറയുന്ന രീതി എനിക്ക് ഇഷ്ടമല്ല. UTV ന്യൂസ്, പാലക്കാട്.